ചിന്നു, നമുക്കിന്ന് സിനിമ കാണാൻ പോവാ. ഞാനിന്ന് ലീവ് എടുത്തിരിക്കുക. ഇത് പുതിയ ബാഗാണോ? അതെ, ഇതെന്റെ ലാസ്റ്റ് ലീവാ ഈ ഇയർത്തെ. ഞാൻ വിചാരിച്ചത് നിന്റെ കൂടെ സിനിമ കാക്കാന്ന്. എടി അതല്ല, ഇനി നീ ഒന്നും പറയണ്ട. നമ്മൾ എത്ര ദിവസമായി പ്ലാൻ ചെയ്യുന്നു. ഇന്ന് എന്തായാലും നമ്മൾ പോയി അടിച്ചു പൊളിക്കുന്നു. എടി നീ ഒന്ന് നിർത്ത്, ഞാനിപ്പോ മൂവി കാണാൻ പോവാ. നീ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഓക്കെ, ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം. നീ റെഡി ആവണ്ട. അതെന്താ? ഞാനും വർഷയും കൂടി കാണാൻ പോവാ. ഓൾറെഡി 2 ടിക്കറ്റ് ബുക്കും ചെയ്തു. വർഷ നമ്മുടെ ന്യൂ നെയ്ബർ അല്ലേ? അതെ. എന്നാ ഞാൻ പോയി. ബൈ. നീ വന്നോ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട എഗ് ബിരിയാണി ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വന്നേ. എനിക്കുള്ളത് എവിടെ? നിനക്കെന്തിനാ? നീ കഴിച്ചില്ലേ? അതെ, പക്ഷെ നീ പുറത്തുനിന്ന് വാങ്ങിയാൽ എനിക്ക് പാർസൽ എടുക്കാറില്ലേ? നീ അഭിനയിക്കൊന്നും വേണ്ട, സാധനം എടുക്ക്. എന്ത് സാധനം? ഒരു ആർത്തി കൊണ്ടാരം. ആർത്തി കൊണ്ടൊന്നുമല്ല, നീ എപ്പം പുറത്തുനിന്ന് കഴിച്ചാലും നീ എനിക്കും കൊണ്ടുവരാറില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. പുല്ല്, ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റെഡി ആവുന്നില്ലേ? ഇല്ല, ഇന്ന് വർക്കിന് പോകുന്നില്ല. എന്തു പറ്റി? എടി, എനിക്കൊരു 2000 അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു. നിന്റെ കയ്യിലുണ്ടോ? എന്റെ ആകെ 2500 ബാലൻസ് ഉള്ളൂ. സാരല്ല, നിനക്ക് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ, ഞാൻ അയക്കാം. താങ്ക് യു. അല്ല, വീട്ടിലേക്കാണോ ഇത്? ഹലോ. എടി, ഫണ്ട് റെഡി ആയിട്ടോ. അപ്പൊ 10 മണിക്ക് മറക്കണ്ട. ആരാ അത്? അത് വർഷ. ഞാക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഷോപ്പിംഗ്? ചിന്നു ആകെ മാറിപ്പോയി. എടി, എന്താന്നറിയില്ല, നന്നായി പനിക്കുന്നു. നീ എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരുമോ? സോറിഡി, എനിക്ക് വരാൻ കഴിയില്ല. അതെന്താ? ഞാൻ ഇന്ന് ഡ്യൂട്ടിന്ന് ലീവ് എടുത്തത് അവളെ കൂടെ പോവാൻ. സോ നീ വേറെ ആരെങ്കിലും നോക്ക്. എവിടെ പോവാനാ? പുതിയ കഫേല്. അവിടെ എത്തിയിട്ട് വേണം കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ. എടി, നിനക്ക് കഫേല് വേറൊരു ദിവസം പോവാം. എനിക്ക് ഇവിടെ കൂട്ടി പോവാൻ വേറൊരു ഫ്രണ്ടും ഇല്ല, നിനക്കറിയാലോ. നീ നിന്റെ ഓഫീസിലുള്ള ആരെങ്കിലും കൂട്ടി പോ. ഞാൻ ഓഫീസിൽ ആരുമായിട്ട് അത്ര ക്ലോസ് അല്ല. അത് ശരിയാ. അന്ന് രാഹുൽ പ്രപ്പോസ് ചെയ്തപ്പോ യെസ് പറഞ്ഞില്ലേ, ഇന്ന് അവനെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഹേയ്, അവൻ എന്നെ എത്ര ഹേർട്ട് ചെയ്താന്ന് നിനക്കറിയില്ലേ? പിന്നെന്താ നീ അവനെ കുറിച്ച് പറയണത്? നീ പോയിക്കോ, ഞാൻ ആരെങ്കിലും കൂട്ടി പോയിക്കോളാം. ഓക്കെ, ബൈ. നീ എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയില്ലേ? സമയം പോയതൊന്നും അറിഞ്ഞില്ല. അല്ല, നീ ഡോക്ടറെ കാണിക്കാൻ പോയില്ലേ? ഇല്ല. ശല്യം. നിനക്കൊന്ന് ഒറ്റക്ക് പോയാലെന്താ? എനിക്ക് ഒട്ടും വയ്യാന്ന് തോന്നി. പോകുന്ന വഴിയിലെങ്ങാൻ തലയിറങ്ങി വീണാലോന്ന് വിചാരിച്ചിട്ടാ. പുല്ല്. എന്നാ വരുമ്പോ എന്നോട് പാരസിറ്റമോൾ എങ്കിലും വാങ്ങാൻ പറഞ്ഞൂടായിരുന്നോ? അത് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരുമോ? കഞ്ഞിയോ? ഒരു കാര്യം ചെയ്യും, നീ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്. കഞ്ഞിയോ? ഞാൻ ആകെ ടയർഡാ. ഇനി കഞ്ഞിയൊന്നും ഉണ്ടാക്കാൻ എന്നോട് വയ്യ. കഞ്ഞിയരി കിച്ചണിലുണ്ട്, അതൊന്ന് പതപ്പിച്ചാ പോരെ? എന്നെ കൊണ്ടൊന്നും വയ്യ. നിനക്ക് ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ ഓർഡർ ചെയ്തുതരാം. എടി, കഞ്ഞിയൊന്നും സ്വിഗ്ഗിയിൽ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്താ, കുറച്ച് നോർമൽ റൈസ് ഓർഡർ ചെയ്യ. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാ കഞ്ഞിയായില്ലേ? അതൊന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല, ഒന്ന് കിടന്നാ മതി. എന്നാ എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ? ഞാൻ എടുത്തിട്ട് വരാം. അല്ല, ഞാൻ എവിടെ കിടക്കുക? ബെഡ്മേലല്ലേ? ഒരു ബെഡല്ലേ നമുക്ക് രണ്ടാ കൂടി ഉള്ളത്. നിനക്കാണെ പനിയോ അല്ലേ? ഒരു കാര്യം ചെയ്, നീ താഴെ കിടക്കുവോ? താഴെയോ? എനിക്ക് ബാക്കാണ് ഫുൾ പെയിൻ ആണ്. എന്നാ സോഫയെ കിടന്നോ. സോഫയിൽ ഒന്ന് തിരിയാൻ കൂടി സ്പേസ് ഉണ്ടാവില്ല. എന്നാ ഞാൻ താഴെ കിടന്നോളാം. ഓക്കെ. അല്ല, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. എന്നാ നീ ഡൈനിങ് റൂമിൽ നിലത്ത് കിടന്നോ. അവിടെ ഭയങ്കര ചൂടല്ലേ, ഫാനും ഇല്ലല്ലോ. പനിയുള്ള ആള് ഫാൻ കൊള്ളുന്നത് നല്ലതല്ല. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ, ഇന്നെന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരുമോ? പനി കുഴപ്പമില്ല, എന്നാലും ഒന്ന്. സോറിഡി, ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നു പറഞ്ഞുപോയി. എന്നാ ഹാഫ് ഡേ ഒന്ന് ലീവ് എടുക്കുമോ? മോർണിംഗ് ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഓഫ് എടുക്കാന്ന് ആദ്യം വിചാരിച്ചു പോയതാ. എന്തിന്? ഫ്രണ്ടിന്റെ കൂടെ സലൂണിൽ പോകണ്ടടാ. ഫ്രണ്ടോ? വർഷന്റെ കൂടെ. എടി, ഞാൻ മമ്മിയെ ഇങ്ങോട്ടേക്ക് വിളിച്ച മമ്മി 40 കിലോമീറ്റർ അങ്ങ് ബസ് കയറി ഇങ്ങോട്ട് വരണം. അപ്പോഴേക്കും സമയം ഒരു വിധാവും. അതുകൊണ്ടാ. നീ ഒന്ന് വരൂ ഇന്ന്. എടി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സലൂണിൽ പോവാനുണ്ട്. സലൂണിൽ പോവാനല്ലേ, അല്ലാണ്ട് പ്രസിഡന്റിന്റെ മീറ്റിങ്ങിന് പോവാനൊന്നും അല്ലല്ലോ. എന്തുവാടി പറയണേ? പിന്നല്ലാണ്ട് നിനക്കൊരു പനിയോ തുമ്മലോ വന്നാ ഞാനല്ലേ നിനക്ക് ഉണ്ടായിട്ടുള്ളൂ. അതും രാത്രിയോ പകലോന്നോ നോക്കാതെ നിന്നെയും കൂടി ഞാനല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ നീ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ? കണക്കൊന്നുമല്ല, നിനക്കൊരാവശ്യത്തിന് ഞാനല്ലേ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളൂ. വർഷക്കഥ ഇപ്പൊ വന്നവളല്ലേ. വർഷ എനിക്ക് നിന്നെ പോലെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ? അവളെ കൂടെ നിക്കുമ്പോഴാ എനിക്ക് സന്തോഷവും കംഫർട്ടബിളും ഒക്കെ തോന്നും. ഹായ്, ഡോക്ടറെ കാണിച്ചോ? ഞാൻ പോയി കാണിച്ചു. മമ്മി വന്നില്ലേ? ഇല്ല, മമ്മിയെ വെറുതെ ബുദ്ധിമുട്ടാക്കേണ്ടത് തോന്നി. ഇപ്പൊ സുഖായോ?
കൊഴപ്പില്ല. പിന്നെ ഉണ്ടല്ലോ അത് പിന്നെ ഒന്ന് പറഞ്ഞു തോലക്കി. എന്റെ ഫ്രണ്ട് വർഷയില്ലേ, അവക്ക് അവളെ ഫ്ലാറ്റിൽ തീരെ സ്പേസ് ഇല്ല. നമ്മളെ പോലെ ഒന്നും അല്ല, ഒരു ഫ്ലാറ്റിൽ 6 ആൾക്കാരാ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നമ്മളാകെ 2 ആളല്ലേ ഉള്ളു ഈ ഫ്ലാറ്റില്. അവക്കാണ് അവിടെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ്. ഒന്ന് നേരെ ഉറങ്ങാൻ കൂടി കഴിയില്ല. അതെന്താ? അവള് കൂടെയുള്ള ആൾക്കാരെ ലൈറ്റ് ഓഫ് ആക്കി ഒന്നും ചെയ്യില്ല. എപ്പോഴും ഫോണിൽ കുത്തി സൗണ്ടും ഫോണും. ഒന്ന് നേരെ ഉറങ്ങാൻ കൂടി കഴിയില്ല. അതിന് അല്ല, നമുക്ക് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? എനിക്ക് ഫുൾ ഹാപ്പി ആവും. അവളും ഞാനും പിന്നെ നീയും ഫുൾ ഹാപ്പി ആവും. ഈ ഫ്ലാറ്റ് അതിന് കിട്ടില്ല. അതെന്താ? ഇതേ എന്റെ ഡാഡിന്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി മാത്രം റെന്റിന് തന്നതാ. പിന്നെ നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടെ നിർത്തിയത്. പക്ഷെ വർഷ അത് നടക്കില്ല. വർഷക്ക് എന്താ? അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അത് നിനക്ക്, എനിക്കല്ല. എനിക്കറിയാത്ത ആരെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. നിനക്കൊക്കെ അസൂയ അടിക്കില്ലേ? നീ എന്ത് വേണേലും പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. സത്യം പറയണേ, എനിക്ക് നിന്റെ കൂടെ നിന്ന് മടുത്ത്. എന്നാ അവള് കൂടെ പോയിക്കോ. യെസ്, അത് തന്നെയാ ചെയ്യാനും പോകുന്നത്. ഞാൻ പോവുക, നീ പോയിക്കോ. എന്തായാലും ഈ ഫ്ലാറ്റിന്റെ റെന്റ് ഞാൻ മാത്രം കൊടുക്കുന്നത്. നീ ഇതുവരെ എനിക്ക് ഷെയർ തന്നില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല. പിശുക്കി കണക്ക് പറയുന്നുണ്ടല്ലേ? അതെ, എന്നാ വേഗം പോയിക്കോ. ബാഗൊക്കെ പാക്ക് ചെയ്യണ്ടല്ലേ? ഞാൻ സഹായിക്കണോ? എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട. ഞാൻ പോവാ. ഞാൻ ഇപ്പൊ പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങുക. ബൈ ബൈ. ഹലോ, ഹരിതയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അറിയാം. അല്ല, എന്തിനാണാവോ വിളിച്ചത്? പിന്നെ ഞാൻ നിന്റെ വിശേഷം തിരക്കാനൊന്നല്ല വിളിച്ചത്. അത് കേട്ടാ മതി. എന്റെ വിശേഷം പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എനിക്കിപ്പൊ നിന്റെ അടുത്ത് പോയപ്പോ എത്ര സമാധാനം ഉണ്ടെന്നറിയാവോ? എന്തായാലും നിന്റെ മാതിരി കണക്ക് പറയുന്നവരല്ല ഇവര്. വർഷമുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്നെ എത്ര നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ ഇപ്പൊ ഹാപ്പി ആയത്. ആയിക്കോട്ടെ. നിന്റെ മാതിരി കഞ്ഞി ഉണ്ടാക്കി തരണം, ഡോക്ടറെ കാണിക്കാൻ വരണം എന്നൊന്നും അവര് കണക്ക് പറയില്ല. ഇനി നീ ഏതായാലും ഒറ്റക്ക് താമസിക്കും, അപ്പേ നീയൊക്കെ പഠിക്കും. ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, ഇനി എന്റെ ഫോണിലേക്ക് നീ വിളിച്ചു തന്നെ പോരുത്. പിന്നെ എന്നെ കാണാനും വരരുത്. അതെന്താ? എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. നിന്നെ കാണുക തന്നെ എനിക്ക് വെറുപ്പാ. എന്തായാലും നിന്റെ കൂടെ നിന്നതൊക്കെ ഞാനൊരു ബാഡ് ഡ്രീം പോലെ മറന്നോളാം. ഓക്കെ ഓക്കെ, ഗുഡ് ബൈ. ഇതിപ്പാരാ? ഹായ്. ആരിത്? ചിന്നുവോ? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഇരിക്ക്. പിന്നെന്തൊക്കെയാ, സുഖല്ലേ? കൊഴപ്പല്ല. നിനക്കോ? ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാ. ഞാൻ അവിടെ നിന്നപ്പോഴാ ശരിക്കും നിന്നെയും ഈ ഫ്ലാറ്റിനെയൊക്കെ മിസ് ചെയ്തത്. എന്തു പറ്റി ചിന്നു? നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നേ? അതെന്താ അങ്ങനൊരു ചോദ്യം? അല്ല, നീയല്ലേ പറഞ്ഞേ എന്നെയും എന്റെ ഫ്ലാറ്റിനെയും ഒരു ബാഡ് ഡ്രീം ആയിട്ട് മറന്നോളാന്ന്. പിന്നെ എന്നെ ഒരിക്കലും കാണണ്ടെന്നൊക്കെ. അതൊന്നും നീ മറന്നില്ലേ? അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുന്നതല്ലല്ലോ അത്. അതൊക്കെ വിട്. ഹായ്. ഇന്ന് നേരത്തെയാണല്ലോ. അതെ. ഇതാരാ? ഇത് വെയിറ്റ്, ഞാൻ പറയാം. നിന്റെ പഴയ റൂംമേറ്റ് അല്ലേ? പേര് ചിന്നു. അതെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിന്ന് ഫ്രഷ് ആവട്ടെ. ചിന്നു, ഇതാണ് എന്റെ പുതിയ റൂംമേറ്റ് മഞ്ജു. എന്റെ അതേ കമ്പനി തന്നെയാ. ഇവള് നിന്നെ പോലെയല്ല, എവിടെ വിളിച്ചാലും വരും. പിന്നെ ഒട്ടും വേദനിപ്പിക്കില്ല മീൻസ് സംസാരം കൊണ്ടേ. പിന്നെ കറക്റ്റ് ഫ്ലാറ്റിന്റെ റെന്റും തരും. പിന്നെന്തൊക്കെയാ നിന്റെ വിശേഷം? അങ്ങനെ പോണ്. ഞാൻ വിചാരിക്ക നിന്റെ അടുത്തേക്ക് വന്നാലോന്ന്. അതെന്തിനാ? അത് വർഷ ശരിക്കും എന്നെ യൂസ് ചെയ്യായിരുന്നു. അവിടെ പോയപ്പോഴാ അതൊക്കെ മനസ്സിലായത്. അവിടെ നിന്ന് എപ്പോഴും എന്റെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സാവും. പിന്നെയാ മനസ്സിലായത് അതൊക്കെ വർഷ എടുക്കുന്നതെന്ന്. വർഷയോ? അവളൊരു കള്ളിയാ. പിന്നെ ഞാൻ ഇവിടെ നിക്കട്ടെ, നമുക്ക് പഴയതുപോലെ ആവാം. സോറി, ഇനി അത് നടക്കില്ല. അവര് നിന്നെ യൂസ് ചെയ്യാന്ന് അറിഞ്ഞപ്പോഴല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത്. അതുവരെ നിനക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എടി നീ അവിടെ നിക്കണമെന്ന് ഞാൻ പറയില്ല. നീ ഇവിടെ എവിടെയെങ്കിലൊക്കെ റെന്റിന് റൂം നോക്ക്, കിട്ടാതിരിക്കില്ല. നിന്റെ ആ പഴയ ഹരിത ഇപ്പൊ ഇല്ല. ഇത് പുതിയ ഹരിതയാ.